മൾബറി കൃഷിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നമ്മൾ കർണാടകയിലേക്ക് ഒരു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ യാത്രയിൽ കർണാടകയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള കൃഷിയായിരുന്നു. പ്രധാനപ്പെട്ട കൃഷികളിൽ ഒന്നായിരുന്നു നമ്മുടെ സൂര്യകാന്തി, അതുപോലെ തന്നെ മല്ലിക ഇവിടെ കൃഷി ചെയ്തിട്ട് പെയിൻറ്റ് കമ്പനികൾക്കൊക്കെ പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മല്ലിക കൃഷിയെക്കുറിച്ചും അതുപോലെ തന്നെ സൂര്യകാന്തി കൃഷിയെക്കുറിച്ചും അവിടുന്ന് കർഷകരോട് ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ യാത്രയിലിടക്ക് ഇതാ ഒരു സൂര്യകാന്തി തോട്ടത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നല്ല പൂണ്ടാ. നിങ്ങള് സ്ഥലം എവിടെയാണ്? നിങ്ങൾ സ്ഥലം എവിടെ? നാട് അങ്കള്. മലയാളം എങ്ങനെ തരും? പൊന്നാനിയിൽ പണിയെടുത്തിട്ടുണ്ടായിരുന്നല്ലേ? പച്ചക്കറി കേട്ടിയത്. പിന്നെ സക്കറുണ്ട് ഫ്രണ്ട് അല്ലേ? അപ്പൊ മലയാളം നന്നായിട്ട് അറിയാം. ഈ സൂര്യകാന്തി നല്ല ലാഭമാണോ? നല്ല ലാഭം. ഇത് എന്ത് സൺഫ്ലവർ ഓയിലിനാണോ പോകുന്നത്? അപ്പൊ നിങ്ങൾ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് എടുക്കുവോ? ആൾക്കാർ വന്ന് എടുക്കണോ? ഇവിടെ വന്ന് എടുത്തു പോകും. മെഷീനുണ്ട്, മണിയാക്കി ഇങ്ങനെ പൊട്ടിച്ച് കൊടുക്കണം. അങ്ങനെ പൊട്ടിച്ചു കൊടുക്കല്ലേ? ഇതിപ്പോ അയക്കണം, വിളവെടുക്കാനായിക്കണം. ആയിട്ടുണ്ടാ? ഇതിപ്പോ വിളവെടുക്കാനായിക്കണം അല്ലേ? ഇത് എല്ലാം പൊട്ടിച്ച് മെഷീൻ അടിച്ചിട്ട് ഇത് കൊടുക്കണം. അത് കൊടുക്കണം അല്ലേ? ഇതെങ്ങനെ എത്ര രൂപ കിട്ടും ഇതിന്ന് വരുമാനം? ഇത് 3 മാസം. ഒരു കിലോക്ക് എത്ര കിട്ടും? ഒരു കുണ്ടൽ 5000. ഒരു കുണ്ടൽ 100 കിലോ 5000 രൂപ. ഒരു കിൻഡല് 5000 രൂപ. ഇതാണ് അവർക്ക് വേണ്ടത് അല്ലേ? ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇങ്ങനെ ആക്കിയിട്ട് ഒരു കിൻഡൽ വരണം. ആ ഒരു കിൻഡലിന് 5000 രൂപ. ഇപ്പൊ 3 മാസത്തെ കൃഷിയാണത്. പിന്നെ ഇതില് വേറെ എന്ത് കൃഷി? ചോളം ഇടും അല്ലേ? ചീരവള്ളി ഇടും, തക്കാളി ഇടും. അപ്പൊ അങ്ങനെ മാറ്റി ഇടുക ചെയ്യണല്ലേ? അപ്പൊ ഈ ഒരു ഭൂമിയിൽ തന്നെ ഒരു വർഷം 2-3 കൃഷികൾ ഉണ്ടാവും, കൂടുതൽ കൃഷികൾ ഉണ്ടാവും അല്ലേ? എങ്ങനെ ലാഭകരമാണ്? മഞ്ഞൾ ഇടുകയാണെങ്കിൽ ഒരു കൊല്ലം വേണം. ഒരു കൊല്ലം വേണം. ഇതാവുമ്പോള് 3 മാസക്ക് റിസൾട്ട് ഉള്ള അല്ലേ? അപ്പൊ 3 മാസക്ക് ചെയ്യാൻ പറ്റിയ ഇടവേള കൃഷികൾ ചെയ്തിട്ട് ലാഭമാണല്ലേ? ഇത് മഴ വരണമെന്നുണ്ടോ ഇത് ചെയ്യാന്? മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. മഴ വന്നാല് ഇത് കുശിയിടണം. മഴ വന്നിട്ട് ഇതാവില്ല. ഇത് പാവുന്നുള്ളൂ അല്ലേ? നല്ല ആയത് ഇവിടെ ഉണ്ട്. പൊട്ടിക്കണ്ട. എന്നാ പൊട്ടിച്ചോ. ഇത് നാട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇട്ടാല് വിത്ത് മുളക്കുവോ? ഇത് നല്ല മോത്തണം. നല്ല ഉണങ്ങണല്ലേ? അവരുടെ സന്തോഷത്തിന് അവർ മെനക്കെട്ടത്. ഇതിങ്ങനെ കത്തെടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ ട്രാക്ടറിൽ പൂട്ടി മെഷീനുണ്ട്. എന്നിട്ട് ഈ കറുപ്പ് മാത്രം എടുക്കുമല്ലേ? എന്നിട്ട് ഈ കറുപ്പ് മാത്രം എടുക്കൂ. ഈ കറുപ്പ് മാത്രം എടുത്തിട്ട് അതിനാണ് ഒരു കിൻഡലിന് 5000 രൂപ. മല്ലികയുടെ നല്ലൊരു വലിയ തോട്ടം തന്നെ ഇവിടെ കാണുന്നുണ്ട്. നമ്മുടെ കൂടെ മല്ലപ്പ ചേട്ടനുണ്ട്. ചേട്ടാ, ഇതിപ്പോ ഏകദേശം എത്ര ഏരിയയിലായിരിക്കും കൃഷി? 3 മാസം. 3 മാസം കൃഷിയാണിത്. 3 മാസം അത് കഴിഞ്ഞതോ? ഇത് എവിടേക്കായിരിക്കും ഇത് കയറി പോകുന്നുണ്ടാവും? ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫാക്ടറിക്കോ? എന്താവശ്യത്തിന് അറിയോ? പെയിന്റിന് വേണ്ടിയിട്ടാണ് ഈ സാധനം കൃഷി ചെയ്ത് പോകുന്നല്ലേ? ഇത് വീട്ടിക്ക് പെയിന്റ് അടിക്കാൻ അതിൽ മിക്സ് ചെയ്യാനാണല്ലേ? ഇത് നല്ല രീതിയിൽ ഉണങ്ങിയ സമയത്താണ് അവർ പറിച്ചുകൊണ്ട് പോകാത്ത? ഈ സമയം ഇങ്ങനെ പറിച്ചു കൊണ്ടുപോകല്ലേ? ഈ കൃഷി ചെയ്തുള്ള ഇപ്പൊ ഏകദേശം എത്ര സ്ഥലത്തായിരിക്കും? ഇഷ്ടംപോലെ. ഇല്ല, ഇതിപ്പോ ഈ കാണുന്നത് ഇപ്പൊ ഏകദേശം എത്ര ഉണ്ടാവും സ്ഥലം? 2 ഏക്കർ ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഇത് 3 മാസം കൊണ്ട് തന്നെ നമുക്ക് വിളവ് കിട്ടുന്ന കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് ഇനി ഇവിടെ അടുത്തത് എന്തായിരിക്കും? ബീൻസ്, തക്കാളി ഒക്കെ ഇടും അല്ലേ? മല്ലിക ഇവിടെ വിളവെടുത്തിട്ട് ഇവിടെ ചാക്കിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്താ ഒരു കളറല്ലേ, സൂപ്പർ കളറ്. ഇത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? പെയിന്റ് കമ്പനിക്കാ? ഇതിപ്പോ ഒരു ചാക്ക് എത്ര കിലോ ആർക്കും? ഒരു ചാക്ക് 17 കിലോ. ഇത് പേരെന്തേ? മധു. ഇത് എത്ര ഏക്കർ?
20 ഏക്കറിലും മല്ലി ഉണ്ടോ? ഉണ്ടോ? എന്താ ഒരു ഭംഗി, എന്താ ഒരു കളറല്ലേ. ഇതാണ് പെയിന്റ് കമ്പനിക്ക് ഇവിടുന്ന് പോണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടൊക്കെ നിറയെ ഉണ്ട്. അപ്പോൾ ഇവിടുന്നൊക്കെ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ഏരിയയിലൊക്കെ നമുക്കിത് കാണുന്നുണ്ട്. ഇത് ഇവരോട് നമുക്ക് സംസാരിക്കാനുള്ള ഭാഷയുടെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിലാക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വലുത് തന്നെയാണ്. എങ്ങനെയായാലും നമുക്ക് കാണുന്ന കാഴ്ചയിലൊക്കെ നമുക്ക് ഇവിടുന്ന് ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും കൃഷിയിടങ്ങൾ തന്നെയാണ്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടില്ലേ? ആ കളർ വേരിയേഷൻ തന്നെ കണ്ടില്ലേ? കൃഷി ഇറക്കിയിട്ടുള്ള പശുക്കളൊക്കെ ഇവിടെ മേയുന്നുണ്ട്. അതുപോലെ തന്നെ പല കൃഷിയിടങ്ങളും ഇവിടെ നമുക്ക് ലോങ് സൈറ്റിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇനി ഇങ്ങനെ പോകണം എന്നൊക്കെ പ്ലാനിങ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ആടുകൾ മേയാനും വേണ്ടി പോവാണ്. ഇവിടെ തൊട്ടുപുറത്തൊക്കെ കൃഷിയിടങ്ങളുണ്ട്. ചുറ്റും കണ്ടില്ല മലനിരകളൊക്കെ ആയിട്ടുണ്ട്. നമുക്കിവിടെ ഏതെങ്കിലും കൃഷിയിടങ്ങളൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് പോയി നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയരികിൽ തന്നെ നമുക്കിവിടെ ഒരു കൃഷി കാണാൻ പറ്റും. ബീൻസ് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ കൃഷിയിടങ്ങളുള്ളത് 5 സെൻറ്റിൽ 10 സെൻറ്റിലൊന്നുമല്ല കേട്ടോ. 1 ഏക്കർ 2 ഏക്കർ അങ്ങനെ തുടങ്ങിയിട്ട് വലിയ ലാർജ് സ്കെയിലാണ് ഇവിടെയൊക്കെ കൃഷിയിടങ്ങളുള്ളത്. ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ സൂര്യകാന്തി പൂത്ത് നിൽക്കുന്ന ഒരു സീസണാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കാണുന്ന സ്ഥലങ്ങളിൽ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ സൂര്യകാന്തി തോട്ടങ്ങളാണ് കൂടുതൽ കാണുന്നത്. ഇവിടെ അങ്ങോട്ട് വാഴത്തോട്ടമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തെങ്ങ് കൃഷിയുണ്ട്. എങ്ങനെയായാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങോട്ട് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കങ്ങോട്ട് പോയി നോക്കാം. പേരെന്ത്? ഉങ്ക കൃഷിയിടത് ಇದು ಬಂತಲ್ಲ ಎತ್ತರ ಎಕರೆ ಎತ್ತರ ಎಕರೆ ಒಟ್ಟಿಗೆ ನಮ್ದು 8 ಎಕರೆ ಬತ್ತ 8 ഏക്കർ അല്ലേ? 8 ഏക്കറിലല്ലേ? ഏകദേശം ഒരു 8 ഏക്കർ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഒരു കൃഷിയിടത്തിലെ കർഷകൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇവിടെ കണ്ടില്ലേ കടല കാര്യങ്ങളൊക്കെ ഇവിടെ കൃഷി തുടങ്ങിയിട്ടുണ്ട്. അതായത് 3 മാസം കൊണ്ട് തന്നെ വിളവിട്ടുന്ന രീതിയിലുള്ള കൃഷിയിടങ്ങളാണ് ഇവിടെ കാണുന്നത്. ദൂരം നമുക്ക് വാഴക്കൃഷി കാണുന്നുണ്ട്. ഇവിടെ മഞ്ഞൾ കാണുന്നുണ്ട്. ഇതൊക്കെ ലോങ് ടൈം, അതായത് 1 ഇയറിൻ്റെ അടുത്തൊക്കെ പിടിക്കുന്നതാണ്. പക്ഷേ പൂക്കളൊക്കെ ഏകദേശം 3 മാസം കൊണ്ട് കിട്ടുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഏകദേശം വിളവെടുക്കാനായിട്ടുള്ള ഒരു 10 ദിവസത്തിനുള്ളിലൊക്കെ ആയിട്ട് ചിലപ്പം നമ്മുടെ ഈ കാണുന്ന സൂര്യകാന്തിയൊക്കെ വിളവെടുക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തോട്ടങ്ങൾ കണ്ട സമയത്ത് ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞിങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്നത് പോലത്തെ അതിമനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിങ്ങനെ തല താഴ്ത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയായിരിക്കും ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇവിടെ ദൂരെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതാ കണ്ടം ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കന്നുകാലികൾ വെച്ചിട്ട്.